എല്ലാവർക്കും നമസ്കാരം. ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ്. കുറച്ച് ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. സിലബസ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. മൈക്രോബയോളജി 30 മാർക്ക്, ബയോ കെമിസ്ട്രി 30 മാർക്ക്, MLT 40 മാർക്ക്. ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്. അവിടെ മൈക്രോബയോളജി വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ആ 30 മാർക്ക് അവർ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1ഉം 2ഉം 10 മാർക്ക്, 3 മുതൽ 9 വരെ 10 മാർക്ക്, മൊഡ്യൂൾ 10 എത്രയാണ് 10 മാർക്ക്. ഇത് നന്നായിട്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. കാര്യം എന്താണ്, നമുക്ക് ഈ 3 മുതൽ 9 വരെയുള്ള മൊഡ്യൂളിന് ആ പ്രാധാന്യം കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇനി എന്താണ് മാസ്റ്റർ അക്കാഡമി ചെയ്യാൻ വേണ്ടി പോകുന്നത്? സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ ഫാക്കൽറ്റീസിനും കൊടുക്കും. അവരോട് പറയും നമ്മൾ ഏതൊക്കെയാണ് ഇനി എടുക്കാനുള്ളത്, അത് വേഗം എടുത്തു തരിക. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ ടോപ്പിക് കൊടുക്കും. അന്ന് തന്നെ എക്സാം ഉണ്ടാകും. ഇതിന് റിവിഷൻ എക്സാം ഉണ്ടാകും, മോഡൽ എക്സാം ഉണ്ടാകും, മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു 40 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്കുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മോഡേൺ ChatGPT പോലെയുള്ള AI ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യനുകൾ നമ്മുടെ അധ്യാപകരെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ChatGPT ഒക്കെ ഒരുപാട് എറർ വരും. ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ പോലും എറർ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അധ്യാപകർക്ക് കൊടുത്ത് അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റർ അക്കാഡമി ഫോളോ ചെയ്യുക. ക്രാഷ് കോഴ്സ് നവംബർ 26 ബുധനാഴ്ച ആരംഭിക്കുകയാണ്. 3000 രൂപയാണ് ഫീസ്. നമ്മുടെ ഓൺ സ്റ്റുഡൻസ് ആണ്, കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞല്ലോ മൈക്രോബയോളജി 30 മാർക്കാണ്. അവിടെ ജനറൽ മൈക്രോബയോളജി 30, ജനറൽ മൈക്രോബയോളജി ഇമ്മ്യൂണോളജി 10 മാർക്ക്, സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി, വൈറോളജി, DNA വൈറസ്, RNA വൈറസ്, അതർ ഗ്രൂപ്പ് ഓഫ് വൈറസസ്, മൈക്കോളജി, പാരാസിറ്റോളജി ചേർത്ത് 10 മാർക്ക്. പിന്നെന്താണ്, അപ്ലൈഡ് മൈക്രോബയോളജി 10 മാർക്ക്. ഇങ്ങനെയാണ് മൈക്രോബയോളജി 30 മാർക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സിലബസ് വരുമ്പോൾ തന്നെ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാകും, ഇവ തീർക്കാൻ പറ്റുമോ. പക്ഷെ ഇത് കുറച്ച് നമുക്ക് ടൈം കിട്ടി. സാധാരണ 2 മാസം കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഡിസംബർ കിട്ടും, ജനുവരി കിട്ടും, ഫെബ്രുവരി 19 കിട്ടും. വേണ്ട, നമുക്ക് ഡിസംബർ ജനുവരി മതി. ഫെബ്രുവരി നമുക്ക് ഫുൾ റിവിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാസം നമുക്ക് പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. നമുക്ക് നേരെ ബയോ കെമിസ്ട്രിയിലേക്ക് പോകാം. ഇതെല്ലാം ഓരോ മൊഡ്യൂളും വ്യക്തമായിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കണ്ട. ഇനി നമുക്ക് ബയോ കെമിസ്ട്രിയിലേക്ക് പോകാം. അവിടെ 30 മാർക്കാണ്. ശ്രദ്ധിക്കുക. ജനറൽ ബയോ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി 2 മാർക്ക്, ടെക്നിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് 3 മാർക്ക്, കെമിസ്ട്രി ആൻഡ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് അസോസിയേറ്റഡ് ഇൻബോൺ എറേഴ്സ് എത്രയാണ്? 6 മാർക്ക്. അതിൽ കൂടുതൽ മാർക്കുണ്ട്. എൻസൈമോളജി, കെമിസ്ട്രി ആൻഡ് മെറ്റബോളിസം ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ഹീമോഗ്ലോബിൻ എത്രയാണ്? 4 മാർക്ക്. ഓക്കെ. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് 2 മാർക്ക്, മോളിക്കുലർ ബയോളജി, ബയോകെമിസ്ട്രി ഓഫ് ക്യാൻസർ 3 മാർക്ക്, ഇമ്മ്യൂണോളജി 2 മാർക്ക്. ഓക്കെ, അങ്ങനെയാണത്. ക്ലിനിക്കൽ കെമിസ്ട്രി 3 മാർക്ക്, ഡയഗ്നോസ്റ്റിക് ബയോകെമിസ്ട്രി 3 മാർക്ക്, എൻഡോക്രൈനോളജി ടോക്സിക്കോളജി 2 മാർക്ക്. ഓക്കെ. MLT ആണ് 40 മാർക്കിനുണ്ട്. ഒരു ചെറിയ ഇമ്പോർട്ടൻസ് കൂടുതൽ ആർക്കുണ്ട്, MLT കൊണ്ട് 40 മാർക്കുണ്ട് കേട്ടോ. അവിടെ മൊഡ്യൂൾ 1 5 മാർക്ക്. അവിടെ ജനറൽ മൈക്രോബയോളജി ഉണ്ട്, സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ബാക്ടീരിയോളജി ഉണ്ട്, ബാക്ടീരിയൽ സെറോളജി ഉണ്ട്, ABST ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കണം. മൊഡ്യൂൾ 1 5 മാർക്കാണ്. ഇത് 10 മൊഡ്യൂൾ ഉണ്ട് കേട്ടോ. മൊഡ്യൂൾ 2 4 മാർക്ക്, മൊഡ്യൂൾ 3 ഇമ്മ്യൂണോളജിയാണ്, അത് 3 മാർക്ക്, മൊഡ്യൂൾ 4 4 മാർക്ക്, മൊഡ്യൂൾ 5 4 മാർക്ക്, മൊഡ്യൂൾ 6 3 മാർക്ക്, മൊഡ്യൂൾ 7 കെമിസ്ട്രി ബയോമോളിക്യൂൾസ് ഓൾറെഡി കുറെ പഠിച്ച ടോപ്പിക് തന്നെയാണ്, 5 മാർക്ക്. ഓക്കെ. മൊഡ്യൂൾ 8 എത്രയാണ്? 6 മാർക്ക്. മൊഡ്യൂൾ 9 എത്രയാണ്? 3 മാർക്കാണ് വരുന്നത്. മൊഡ്യൂൾ 10 എത്രയാണ്? 3 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലബോറട്ടറി ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൈക്രോബയോളജി 30 മാർക്ക്, ബയോകെമിസ്ട്രി 30 മാർക്ക്, MLT 40 മാർക്ക്. ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. നിങ്ങളെ നന്നായി പഠിപ്പിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വീഡിയോ ക്ലാസ് നൽകുക, അതിൻ്റെ പ്രിന്റബിൾ ഫോം നോട്ട്സ് നൽകുക, ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എത്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നിങ്ങൾ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും, ഡെയിലി എക്സാം ഉണ്ടാകും. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾക്ക് ഈ കോഴ്സ് എന്തായാലും സക്സസ് ആക്കണം. ഈ നേടിയ വലിയ വലിയ വിജയങ്ങൾ ഇനിയും നേടണം. JSL ഇത്രയും അധികം കുട്ടികളുള്ളതാണ്. ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടണം. അത് ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ മാസ്റ്റർ കീ അക്കാഡമിക്കൊപ്പം സഞ്ചരിക്കുക, വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും.
ഇനി എല്ലാ ദിവസവും പഠിക്കാം, എല്ലാ ദിവസവും പരീക്ഷ എഴുതാം. താങ്ക്